കോഴിക്കോട്ടെ കാഴ്ചകളിലേക്ക് കൂടി അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും. അഭിജിത്ത്, ഇപ്പോൾ ഇന്നും ഇന്നലെ എല്ലാ വർഷങ്ങളായി തുടരുന്ന ഒരു കാഴ്ചയാണ് ഈ പൊതിച്ചോറ് കൊണ്ടുവരലും വിതരണം ചെയ്യലും. ഇപ്പോൾ കോഴിക്കോടും ഈ ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം, ഇന്നത്തെ വിതരണം തുടങ്ങുകയാണോ? എന്താണ് അവിടുത്തെ ഒരു കാഴ്ച? ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിൽ ബാനർ കെട്ടി കൊടി വെച്ചുകൊണ്ട് ഭക്ഷണം വിതരണം അനുവദിക്കില്ല എന്ന് സർക്കാർ പറയുമ്പോൾ അതിൽ പ്രതികരണങ്ങളും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. തീർച്ചയായും സ്മൃതി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണമുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഈ പ്രതികരണം വരുന്നതും പ്രസ്താവന വരുന്നതും. അതിനെതിരെ ഇന്നൊരു പ്രതിഷേധ പൊതിച്ചോർ വിതരണം എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഇന്നത്തെ പൊതിച്ചോർ വിതരണത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം, ലോറികളിൽ നിരവധി പൊതിച്ചോറുകൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പേർക്കാണ് ഓരോ ദിവസവും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണം ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അറിയാം. അതിൽ മന്ത്രി മുരളീധരനെതിരെയുള്ള പരിഹാസം കൂടി ആ ബാനറിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം മന്ത്രി നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, നിലപാടിലൊക്കെ ഉറച്ചു നിന്നോട്ടെ, ചോറ് ഇവിടെ കൊടുക്കൂ. മന്ത്രി സാമന്തരാജാവൊന്നുമല്ല. ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ ഓരോ വീടുകളിൽ നിന്നും നൽകുന്ന പിന്തുണ, അതിൻ്റെ ഭാഗമായി ശേഖരിക്കുന്ന പൊതിച്ചോറ് വളരെ എല്ലാ മാനദണ്ഡവും പാലിച്ചിവിടെ കൊടുക്കുകയാണ്. ആ കൊടുക്കുമ്പോൾ അതിനെന്തിനാണ് ഒരു വൈരനിരാധന ബുദ്ധിയോടുകൂടി കാണുന്നത്? മന്ത്രി സാമന്ത രാജാവല്ല. ഇതൊക്കെ ചർച്ച ചെയ്ത് പോകണം, അല്ലാതെ ഒരു പ്രഖ്യാപനം നടത്തുകയല്ല. ഡിവൈഎഫ്ഐ എന്ന സംഘടന എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഏറ്റവും അധികം രക്തം നൽകി അവാർഡ് വാങ്ങിയ സംഘടനയാണ്. ഈ ആശുപത്രി സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ജീവൻ നൽകാൻ പോരാടിയ പ്രസ്ഥാനമാണ്. ജീവൻ നൽകാൻ തയ്യാറുള്ള ഒരു പ്രസ്ഥാനത്തോടാണ് ചോറ് കൊടുക്കരുതെന്ന് പറയുന്നത്. മന്ത്രി പറയുന്നത് ഈ ബാനറും കൊടിയൊന്നും അതിന്റെ കീഴിൽ വേണ്ട, ഈ വിതരണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴി വിതരണം ചെയ്യാൻ ചർച്ച ചെയ്യണ്ടേന്ന്. ചർച്ച ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു മന്ത്രിയാണ്ട് പ്രഖ്യാപനം നടത്തുകയാണ്. അതാ ഞാൻ പറഞ്ഞ മന്ത്രി സാമന്ത രാജാവൊന്നുമല്ല. അതൊക്കെ ചർച്ച ചെയ്യട്ടേന്ന്. ചർച്ചയിലൂടെ കാര്യങ്ങൾ തീരുമാനിച്ചു പോവാം. സ്മൃതി, അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. അതിൽ കവിഞ്ഞ് പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക്, തീരുമാനത്തിലേക്കൊന്നും എത്തരുത് എന്നുള്ളതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് MLA വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചാണെങ്കിൽ ദിനംപ്രതി ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. പലപ്പോഴും രോഗികൾക്ക് ആശ്വാസമാണ് ഇത്തരത്തിലുള്ള പൊതിച്ചോർ വിതരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടിലേക്ക് മന്ത്രി എത്തുന്നത്. അത് മന്ത്രി ഇന്നിപ്പോൾ വ്യക്തമാക്കിയത് നിലപാടിൽ മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത്, അതായത് ഈ മതിൽക്കെട്ടിനകത്ത് ഇത്തരത്തിൽ കൊടിയുടെയോ ബാനറിൻ്റെയോ കീഴിൽ പൊതിച്ചോറ് ഭക്ഷണ വിതരണം അവയൊന്നും നടത്തരുത് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും അതിനെതിരെ വലിയ ശക്തമായൊരു പ്രതിഷേധം തന്നെ ആളുകളിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി കഴിയുന്ന കാര്യം. നിരവധി ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 100 കണക്കിന് ആളുകൾ, വലിയൊരു ക്യൂ തന്നെ ഈ രീതിയിൽ ഈ പൊതിച്ചോർ ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ പൊതിച്ചോറിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട്. അത് അവരെ സംബന്ധിച്ച് വലിയ സഹായമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സ്മൃതി. അത്തരത്തിൽ 100 കണക്കിന് ആളുകളെ നമുക്ക് ഈ രീതിയിൽ കാണുകയും ചെയ്യാം. ഇവരുടെയൊക്കെ പ്രതികരണം എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് ഈ വിഷയം ഇവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. മന്ത്രി പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിരുന്നോ? പൊതിച്ചോറ് വിതരണമൊന്നും പാർട്ടികൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടെന്നൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നു? മുരളീധരൻ പറഞ്ഞു. അതിപ്പോൾ എന്താ പറയുക, എത്രയോ പാവങ്ങൾ ഈ ഭക്ഷണത്തിനായിട്ട് വരുന്നുണ്ട്. ഇത് കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അന്നപ്പോൾ ഒരുപാട് പേരുണ്ട് ഈ ഭക്ഷണത്തിനായിട്ട് കാത്തു നിൽക്കുന്നത്. അതിൽ സർക്കാരിന്റെ ബദൽ നിർദ്ദേശം കൂടി പറയണം കേട്ടോ. സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് കൂടി. അപ്പോൾ ഏതാണ് അവർക്ക് താല്പര്യം എന്നുള്ള കാര്യം കൂടി കേൾക്കണമല്ലോ. തീർച്ചയായും അതിലൊരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള ഒരു ആശയമാണ് ഇപ്പം മന്ത്രി പറയുന്നത്. പാർട്ടിയുടെ കീഴിലല്ല, മറിച്ച് എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ കഴിയുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കി അതിലൂടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം. ഇത് ഇപ്പം മന്ത്രി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് എന്തായാലും ആരെന്ത് പറഞ്ഞാലും പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടണം. കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഈ കോളേജിൽ. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടണം. അത് ഏത് ഇതിൽ കൂടി ആയാലും ഭക്ഷണം അവർക്ക് കിട്ടണം. ഒരു നേരത്തെ തന്നെ അവർക്ക് കിട്ടണം. അതാണ് ഞങ്ങൾക്ക് ശരി. ഏതായാലും അവരെ സംബന്ധിച്ച് പൊതിച്ചോറ് ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ്. അത് വേഗം നൽകുന്നത്, സ്ഥിരമായി നൽകുന്നവരെ അത് അവർ ആശ്രയിക്കുമെന്നുള്ളതാണ്. അതിൽ കൊടിയും ബാനറും എന്നുള്ളത് ഡിവൈഎഫ്ഐയും ഈ പറയുന്ന മറ്റ് സംഘടനകളും അതിൽ ആലോചിക്കേണ്ട കാര്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്താതെ തീരുമാനത്തിലേക്ക് പോയത് ശരിയായില്ല എന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാനാകില്ല എന്നും.